കുടുംബമായിട്ട് തിയേറ്ററിൽ സിനിമ കാണാൻ വന്നിരിക്കുകയാണേ. അതായത് ഇതാ പോണ സാധനങ്ങൾ കണ്ടിട്ട് എവിടെ പോണേ? ഒരു കായ് പറഞ്ഞിട്ടോ. ആ, ഇതാണ് ഒരൈറ്റം. ആ, ഈ വർഷത്തെ ആദ്യത്തെ സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. ഫാമിലിയായിട്ട് ദുരന്തറാണ് കാണുന്നത്. ദുരന്തറിന് ശേഷം കാണുന്ന പടം ആടാണ്. രണ്ട് സിനിമയുടെയും വിശദമായ റിവ്യൂ നൊബക് പ്രപഞ്ചം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പ്രേക്ഷകർ കാണുക. ഭയങ്കര തിരക്കാണ് പടത്തിന്. കണ്ടോ, ദുരന്തറും ആടും കാണാനുള്ള ഈ തിരക്കാണ് തിയേറ്ററിൽ. കണ്ടോ, കിടക്കുന്ന വണ്ടി കണ്ടോ, അത്രയ്ക്ക് തിരക്കാണ്. ദുരന്തർ സിനിമ പാർട്ട് 1 അൺബിലീവബിൾ ഫിലിമാണ്. എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ നല്ല കഥയും നല്ല ഹിന്ദി സിനിമകൾ ഇറങ്ങിയതിൽ ഒരു 15 വർഷത്തിനിടയിൽ ഇറങ്ങിയതിൽ ഏറ്റവും നല്ല രീതിയിൽ വൃത്തിക്ക് ചെയ്തിരിക്കുന്ന ഒരു പടമാണ് ദുരന്തർ. കാരണം ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വൃത്തിയുള്ള ഹിന്ദി പടം, സ്ക്രിപ്റ്റിന് ഇത്രയും പ്രാധാന്യവും നല്ല വൃത്തിയോട് വന്നിട്ടുള്ള ഒരു ഹിന്ദി സിനിമയില്ല. കാരണം ഈ അടുത്ത കാലത്ത് വന്ന ഹിന്ദി സിനിമകളൊക്കെ എല്ലാം മാർക്കറ്റ് മാത്രം ലക്ഷ്യം വെച്ചിറങ്ങിയ പടമാണ്. പക്ഷേ ദുരന്തർ പാർട്ട് 1 അങ്ങനെ വന്നിട്ടുള്ളതല്ല. അത് നല്ല സ്റ്റൈലായി ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ സമൂഹത്തിൽ തല്ലിക്കയറ്റുന്ന പരിപാടിയൊക്കെ ഉണ്ടാവും. അത് എല്ലാത്തിലും ഉണ്ടല്ലോ, അതല്ലേ സിനിമ. ഇപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് ഇന്നലെ റിലീസായിരിക്കണം. നമ്മളത് കാണാൻ ബുക്ക് ചെയ്ത് വന്നതാണ്. ഒപ്പം അത് കഴിഞ്ഞിട്ട് ആട് 3 മണിക്ക് കാണുന്നുണ്ട്. അതിൻ്റെ തിരക്ക് കണ്ടോ, അത്ര തിരക്കാണ് പടത്തിന്. അതായത് പോസ്റ്റർ, ഇതിൻ്റെ വിശദമായ റിവ്യൂ നാളെ രാത്രി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നൊബക് പ്രപഞ്ച ചാനലിൽ. കണ്ടോ, SKM ബോക്സ് ഓഫീസ്, അതായത് കാട്ടാക്കട കാളീശ്വരി സരസ്വതി തിയേറ്ററിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. തിയേറ്റർ വളരെ ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല ബെറ്റർ തിയേറ്ററാണ്. 4K ലേസർ ഉള്ള ഡിജിറ്റൽ ഹൈ ക്വാളിറ്റി DTS ഉള്ള തിയേറ്ററാണ്. നല്ല പിക്ചർ സ്റ്റേഷനൊക്കെയാണ് തിയേറ്ററിൽ. കണ്ടോ, ബൈക്കിൻ്റെ തിരക്ക് കണ്ടോ, അത്ര നല്ല തിരക്കാണ്. പടം കാണാൻ ഭയങ്കര തിരക്കാണ്. ടിക്കറ്റൊന്നും കിട്ടാനില്ല. ഞങ്ങളൊക്കെ നേരത്തെ ബുക്ക് ചെയ്തു. പടത്തിൻ്റെ റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ പടം ബുക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ വിശദമായ റിവ്യൂ ഇന്ന് നൊബക് പ്രപഞ്ചം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ കാണുക. ഒപ്പം തന്നെ ദുരന്തർ സിനിമയും ആടും ഒക്കെ തിയേറ്ററിൽ പോയി കാണുക. തിയേറ്ററിൽ കാണേണ്ട പടം തിയേറ്ററിൽ തന്നെ കാണണം. പകരം OTTയിൽ വരാൻ കാത്തിരിക്കരുത്. കാരണം അതിൽ ആ ഒരു പൾസ് ഓഫ് ലെവൽ കിട്ടില്ല. അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ കാണുക. സിനിമയുടെ വിശദ വിവരങ്ങൾ ബാക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.